വർഷങ്ങളായി ടീച്ചിങ് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അനീസിന് ഒരു ദിവസം സുഹൃത്തിന്റെ കോൾ വരുന്നു. തിരൂരിലെ ഒരു ഹൈസ്കൂളിൽ ഒരു ഒഴിവ് വരുന്നുണ്ട്. അവർ ചോദിക്കുന്നത് 1,03,00,000 രൂപ. എന്ത് ചെയ്യണം? 3,00,000 രൂപയോ? അല്ല, 1,03,00,000 രൂപ. ഡിഗ്രിയും PGയും BEഡും ഉന്നത മാർക്കോട് കൂടി പൂർത്തിയാക്കിയ അനീസിന് ആദ്യം മനസ്സിലായില്ല എന്തിനാണ് ഇത്രയും പണം കൊടുക്കുന്നത്, അതും ഒരു ടീച്ചിങ് ജോലിക്ക്. പിന്നീടാണ് അവന് കാര്യം മനസ്സിലായത്. ഇതൊരു പ്രൈവറ്റ് സ്കൂളല്ല, എയ്ഡഡ് സ്കൂളാണ്. സർക്കാർ ജോലിയാണ്. പരീക്ഷയും ഇന്റർവ്യൂവും ഇല്ല. സർക്കാർ ശമ്പളവും പെൻഷനും ഉണ്ട് താനും. ഇത് അനീസിന്റെയോ ഒരു സ്കൂളിന്റെയോ കഥയല്ല. കേരളത്തിലെ ആയിരക്കണക്കിന് സ്കൂളുകളുടെ, പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളായ യുവാക്കളുടെ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കഥയാണ്. ദ ഡാർക്ക് സൈഡ് ഓഫ് കേരള എഡ്യൂക്കേഷൻ സിസ്റ്റം. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ട്രാവൻകൂർ രാജാവ് വിദ്യാഭ്യാസ സംവിധാനം കൂടുതൽ വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ രാജാവിന്റെ അടുക്കൽ വേണ്ടത്ര സമ്പത്തോ കെട്ടിടങ്ങളോ ഇല്ല. അതേസമയം മിഷനറി പ്രവർത്തകരും സമുദായ സംഘങ്ങളും സ്വകാര്യ വ്യക്തികളും പള്ളിക്കൂടങ്ങൾ നിർമ്മിക്കാൻ സന്നദ്ധരായിരുന്നു. ഇവിടെയാണ് രാജാവ് ഒരു ആകർഷകമായ മാതൃക മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുക, നടത്താൻ ഞങ്ങൾ സഹായിക്കാം. 100 കണക്കിന് കലാലയങ്ങളാണ് ഈ രീതിയിൽ നിർമ്മിക്കപ്പെട്ടത്. അവകൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ചു. പിന്നീട് അത് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മാതൃകയായി മാറി. സ്വാതന്ത്ര്യാനന്തരം 1958 നിലവിൽ വന്ന കേരള എഡ്യൂക്കേഷൻ ആക്ട് എയ്ഡഡ് സംവിധാനത്തിന് കൃത്യമായ ചട്ടക്കൂട് നൽകി. ഇന്ന് കേരളത്തിലെ 1-ാം ക്ലാസ് മുതൽ PhD വരെയുള്ള വിദ്യാഭ്യാസ സംവിധാനം പ്രവർത്തിക്കുന്നത് 3 തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. 1. സർക്കാർ ഉടമസ്ഥതയിൽ സർക്കാർ നിർമ്മിച്ച് സർക്കാർ മാനേജ് ചെയ്ത് സർക്കാർ ശമ്പളം നൽകി പോരുന്ന സർക്കാർ സ്കൂളുകൾ, കോളേജുകൾ. 2. സ്വകാര്യ ഉടമസ്ഥതയിൽ സ്വകാര്യ സംഘങ്ങൾ നിർമ്മിച്ച് സ്വകാര്യ സംഘങ്ങൾ മാനേജ് ചെയ്ത് ശമ്പളം നൽകി പോരുന്ന സ്വകാര്യ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് സ്കൂളുകൾ, കോളേജുകൾ. 3. സ്വകാര്യ ഉടമസ്ഥതയിൽ സ്വകാര്യ സംഘങ്ങൾ നിർമ്മിച്ച് സ്വകാര്യ സംഘങ്ങൾ മാനേജ് ചെയ്ത് സർക്കാർ ശമ്പളവും സഹായവും നൽകി പോരുന്ന എയ്ഡഡ് സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകൾ. ഇനിയാണ് ട്വിസ്റ്റ്. കേരളത്തിലെ എത്ര കുട്ടികൾ ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് എന്നറിയണ്ടേ? കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 42,33,807 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 14,25,296 പേർ സർക്കാർ സ്കൂളുകളിലും 4,22,024 പേർ സെൽഫ് ഫിനാൻസ് സ്കൂളുകളിലും 23,86,487 പേർ, അതായത് 56% കുട്ടികൾ എയ്ഡഡ് സ്കൂളുകളിലുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളുടെ എണ്ണം നോക്കുമ്പോൾ ആകെ 15,214 സ്കൂളുകളാണ് കേരളത്തിലുള്ളത്. അതിൽ 5,811 സർക്കാർ സ്കൂളുകളും 1,354 സെൽഫ് ഫിനാൻസും 8,049 എയ്ഡഡുമാണ്. ഇനിയാണ് ഒരു പ്രധാന ചോദ്യം. കേരളത്തിലെ 56% വിദ്യാർത്ഥികളും സൗജന്യമായി പഠിക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള 8,049 എയ്ഡഡ് സ്കൂളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവയുടെ സാമ്പത്തിക സ്രോതസ് എന്താ? എയ്ഡഡ് സ്കൂളുകൾക്ക് കേരള സർക്കാർ ചെയ്യുന്ന എയ്ഡ് അല്ലെങ്കിൽ സഹായം ഇത്രയാണ്. അധ്യാപകരടങ്ങുന്ന സ്റ്റാഫ് അംഗങ്ങളുടെ ശമ്പളം, ഒരു കുട്ടിക്ക് വർഷത്തിൽ 40 മുതൽ 80 രൂപ വരെ എന്ന നിരക്കിലെ ധനസഹായം, യൂണിഫോം, ഉച്ചഭക്ഷണ ചിലവ്. പിന്നെ എങ്ങനെയാണ് എയ്ഡഡ് സ്ഥാപനങ്ങൾ സ്ഥലം വാങ്ങുന്നത്, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്, സ്കൂൾ പരിപാലിക്കുന്നത്? ഇത് മനസ്സിലാവാൻ കേരളത്തിൽ പരസ്യമായ ഒരു രഹസ്യം, സർവസമ്മതത്തോടെ ഭരണകൂടാനുമതിയോടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൈക്കൂലിയെക്കുറിച്ച് അറിയണം. നോക്കൂ, എയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശിക്കുന്ന അധ്യാപകർ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരെ പോലെ സർക്കാർ ജീവനക്കാരാണ്. സർക്കാർ ശമ്പളവും പെൻഷനും പരിരക്ഷയും ലഭിക്കുന്നവർ. പക്ഷെ അവരുടെ നിയമനം നടത്തുന്നത് സർക്കാർ അല്ല, PSC അല്ല, ബന്ധപ്പെട്ട സ്കൂൾ മാനേജ്മെന്റ് ആണ്. മറ്റൊരർത്ഥത്തിൽ തങ്ങളുടെ സ്വകാര്യ കെട്ടിടത്തിൽ സർക്കാർ സ്കൂൾ സൗജന്യമായി പ്രവർത്തിക്കുന്നതിന് എയ്ഡഡ് സ്കൂളുകൾക്ക് സർക്കാർ നൽകുന്നത് ഒരു സുപ്രധാന പാരിതോഷികമാണ്. കേരളത്തിൽ കിട്ടാക്കനിയായ 10,000ങ്ങളുടെ സ്വപ്നമായ സർക്കാർ അധ്യാപക ജോലിയിലേക്ക് ആളുകളെ കയറ്റാനുള്ള അധികാരം. ഭൂമി വാങ്ങുന്നതിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും എയ്ഡഡ് സ്കൂളുകൾ ചെയ്യുന്നത് എയ്ഡഡ് സ്കൂൾ അധ്യാപക തസ്തിക എന്ന സർക്കാർ ജോലി കമ്പോളത്തിൽ ഏറ്റവും കൂടുതൽ വില തരുന്ന ഉദ്യോഗാർത്ഥിക്ക് വിൽക്കുക എന്നതാണ്.
ആ ചരക്കു മൂല്യം ഇപ്പോൾ 1,03,00,000 എത്തിയിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. നിങ്ങൾ എത്ര പഠിച്ചു, എത്ര മിടുക്ക് തെളിയിച്ചു, എത്ര നന്നായി പഠിപ്പിക്കും എന്നതൊന്നുമല്ല പ്രശ്നം. നിങ്ങൾക്ക് 1 കോടി രൂപ കൊടുക്കാൻ പ്രാപ്തിയുണ്ടോ എന്നതാണ്. കേവലം ഒരു തസ്തികയുടെ പ്രശ്നമല്ല കേട്ടോ ഇത്. കേരളത്തിലെ 56.4 സർക്കാർ ടീച്ചിങ് തസ്തികകളിലെ കാര്യമാണിത്. തങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ 50% സീറ്റ് വിൽക്കുന്നത് വഴിയും എയ്ഡഡ് സ്ഥാപനങ്ങൾ വരുമാനം കണ്ടെത്തുന്നുണ്ടെങ്കിലും അതെല്ലാം അധ്യാപകർ നൽകുന്ന ഡൊണേഷൻ അല്ലെങ്കിൽ കൈക്കൂലിക്ക് മുന്നിൽ ചില്ലിക്കാശ് മാത്രമാണ്. പ്രത്യക്ഷത്തിൽ എയ്ഡഡ് മാനേജ്മെന്റുകൾ കൊള്ളക്കാരാണ്. പണത്തിന്റെ കണക്ക് നോക്കിയാണ് അധ്യാപകരെ നിയമിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സീറ്റ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നിയമനങ്ങളും PSCക്ക് വിടണം, സർക്കാർ ഏറ്റെടുക്കണം. പക്ഷേ പ്രേക്ഷകരോടൊരു ചോദ്യം: എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നതിന് ആരാണ് തടസ്സം നിൽക്കുന്നത്? കേരളത്തിലെ പ്രധാനപ്പെട്ട എയ്ഡഡ് ശൃംഖലയായ MESന്റെ മേധാവി ഫസൽ ഗഫൂറിനെ പോലുള്ളവർ നിരന്തരം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ഇത് ചെയ്യാത്തത്? അധ്യാപകർ നൽകുന്ന കൈക്കൂലി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എയ്ഡഡ് സ്ഥാപനങ്ങൾ സ്ഥലം വാങ്ങുന്നത്, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്? ഇതിന് ആരാണ് ഉത്തരവാദി? നമ്മുടെയെല്ലാം മൗനാനുവാദത്തോടെ നടക്കുന്ന ഈ കച്ചവടം, അനീതി എത്ര കാലം തുടരും? എയ്ഡഡ് സ്വകാര്യ മാനേജ്മെന്റുകൾ നിരപരാധികളാണ് എന്നല്ല പറയുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതിൽ ഉത്തരവാദികളല്ലേ? കേരളത്തിലെ പകുതിയിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന, പകുതിയിലധികം അധ്യാപകർ ജോലി ചെയ്യുന്ന ഈ സംവിധാനത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം കാണുന്നില്ലേ? ഇത് മലയാളിയുടെ ഇരട്ടത്താപ്പല്ലേ നമ്മൾ കാണുന്നത്? പ്രേക്ഷകർ തന്നെ പറയട്ടെ. താങ്ക് യു.